എറണാകുളം നേര്യമംഗലത്ത് KSRTC ബസ് മറിഞ്ഞ അപകടം 10ഓളം യാത്രക്കാർക്കും ഡ്രൈവർക്കും പരിക്ക് പറ്റി. തിരുവനന്തപുരം മൂന്നാർ റൂട്ടിലോടുന്ന ബസ്സാണ് രാവിലെ 7:30 അപകടത്തിൽപ്പെട്ടത്. വിവരങ്ങളുമായി ജോർജ് സെബാസ്റ്റ്യൻ ചേരുന്നു. ജോർജ്, എങ്ങനെയാണ് ഈ ഒരു അപകടം ഉണ്ടായത്? പരിക്കേറ്റവരുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ എങ്ങനെയാണ്? രാവിലെ 7:30 നേര്യമംഗലം ടൗണിന് സമീപം വില്ലാഞ്ചിറ കയറ്റത്തിനടുത്ത് വെച്ച് അപകടം ഉണ്ടാകുന്നത്. തിരുവനന്തപുരത്ത് നിന്നും മൂന്നാറിന് പോവുകയായിരുന്ന KSRTC ബസ്സായിരുന്നു അപകടത്തിൽപ്പെട്ടത്. ഇത് റോഡിന്റെ സൈഡിലെ കട്ടിങ്ങിൽ തട്ടി നിയന്ത്രണം വിട്ട ബസ് കരണം മറിയുകയായിരുന്നു. ബസ് അവിടെ തന്നെ മറിഞ്ഞതുകൊണ്ട് മറ്റൊരു എതിർ സൈഡിലൊരു കൊക്കയുണ്ട്, അങ്ങോട്ടും തെറിച്ചു പോയിരുന്നതുകൊണ്ടാണ് വലിയൊരു അപകടം ഒഴിവായത്. ഇതിനുശേഷം സ്ഥലത്തുണ്ടായിരുന്ന നാട്ടുകാരും മറ്റു വാഹനങ്ങളിൽ വന്നവരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. അവർ പരിക്കേറ്റവരോടും പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിക്കാനുള്ള സംവിധാനം ചെയ്തു. ഇതിൽ ഡ്രൈവർക്ക് മാത്രമാണ് അല്പം ഗുരുതരമായ പരിക്കുള്ളത്. പരിക്കേറ്റ 10ലേറെ പേരെ കോതമംഗലത്തെ ആശുപത്രിയിൽ എത്തിയാൽ അവരിൽ പകുതിയോളം പേരെ പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷം വിട്ടയച്ചിട്ടുണ്ട്. അപകടത്തിന്റെ കാരണം എന്തെന്നതിനെ കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുകയാണെന്നാണ് KSRTC അധികൃതർ നൽകുന്ന വിവരം. ബസ്സിന് അല്പം വേഗത ഉണ്ടായിരുന്നു. അതിരാവിലെ ആയതുകൊണ്ട് തന്നെ വേഗത അല്പം ഉണ്ടായിരുന്നു. അതും ഒരു അപകടത്തിന് കാരണമായിട്ടെന്നാണ് പറയുന്നത്. ഫിജി, എന്തായാലും പരിക്കേറ്റവരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? പരിക്കേറ്റ ഉടൻ തന്നെ കോതമംഗലത്ത് 20 കിലോമീറ്റർ അപ്പുറമുള്ള കോതമംഗലത്തെ ആശുപത്രിയിലാണ് പരിക്കേറ്റവരോട് എത്തിക്കുന്നത്. അവിടെ ഡ്രൈവർക്ക് മാത്രമേ അല്പം കൂടുതലായി ചികിത്സ ആവശ്യമായി വരുന്നുണ്ടായിരുന്നുള്ളൂ. മറ്റുള്ളവർക്ക് പ്രഥമ ശുശ്രൂഷ, ചതവ് അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടായിരുന്നത്. അവരെ പ്രഥമ ശുശ്രൂഷ വിട്ടയച്ചിട്ടുണ്ട്. ഡ്രൈവറും 1-2 പേരും ഇപ്പോഴും അഡ്മിറ്റാണ്. ശരി, ജോർജ് സെബാസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുന്നു. തിരുവനന്തപുരം മൂന്നാർ റൂട്ടിലോടുന്ന ബസ്സാണ് KSRTC ബസ്സാണ് നേര്യമംഗലത്ത് മറിഞ്ഞത്.